ജഡ്ജസിന്റെ അഭിപ്രായം നോക്കാം. അബീക്കയിൽ തന്നെ തുടങ്ങാം. അബീക്ക, പരിപാടി കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങളിവിടെ കോമഡിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എനിക്കറിയാം. പക്ഷേ നമ്മളെ ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റിനെ അവഹേളിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ സ്റ്റേജിൽ ഇത്രയും വലിയൊരു വേദിയിൽ വന്ന് നിന്നിട്ട് നമ്മുടെ വീട്ടിൽ മരത്തെ കെട്ടിയിട്ടു, അത് വളരെ മോശമായി പോയി. അത് അങ്ങനെയല്ല തമാശ പറയണ്ട. തമാശ പറയാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അല്ലല്ല, അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണ്ട. അല്ലല്ല വിനോദ്, അതെനിക്കറിയാം. ഇല്ല അത് സംസാരിക്കണം. വിനോദ് ആർട്ടിസ്റ്റ് ഒക്കെ ആയിരിക്കാം. ഞാനും കുറെ നാളായല്ലോ ഇതിനകത്ത് തുടങ്ങിയിട്ട്. അല്ല, ജിൻഡോയ്ക്ക് ഇത് വിഷയം, സംഭവം നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇത്ര ആളുകളിവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോ എന്തൊക്കെ വൃത്തികേടാ പറയുന്നത്. അല്ല, ഞാൻ ഇതിങ്ങനെ ഒരു വേദിയിലല്ല. മഞ്ജു നമ്മളൊക്കെ ഒന്നിച്ചിരിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ ഒരു വേദിയിൽ വെച്ചിട്ട് പറയാൻ കൊള്ളാവുന്ന ഭാഷയല്ല ഇദ്ദേഹം പറഞ്ഞത്. കാര്യം നിങ്ങൾ ആർട്ടിസ്റ്റ് ആണ്, എന്തോ ആയിക്കോട്ടെ, അതൊന്നും അതിനകത്ത് ഞാൻ തർക്കിക്കുന്നില്ല. ഒരുപാട് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇല്ലില്ല. ഞാനിപ്പോ എനിക്കിപ്പോ ചെയ്യാവുന്നത് ഒന്നേ ഉള്ളൂ. കാരണം എന്റെ അഭിമാനത്തിന് ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് പോവുക എന്നുള്ള അതല്ല. മഞ്ജു പറയുന്ന മനസ്സിലാവുന്നുണ്ട്. ഇല്ലില്ല, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന്. എനിക്ക് അവിടെ പോയിട്ട് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. ഇത് ഒരുപാട് കണ്ടുമടുത്ത ഒരു സാരത്തില് ഈ പോലീസുകാരുടെ തമാശ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിർമ്മൽ ചെയ്ത ഈ ക്യാരക്ടർ വിനോദ് സൂപ്പർ എന്ന് കരുതിയിരുന്നിട്ട് അതിന്റെ അപ്പുറത്തേക്ക് പോയി കളഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. ഏതായാലും വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. ദേവരാജ് കലക്കി, ശരിക്കും ഞെട്ടിച്ചു. ഓക്കെ, എന്തായാലും താങ്ക് യു അബീക്ക. ഇത് ഒരു ചെറിയ മിമിക്രി ആണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞേ, പേടിച്ചു പോയി. ഓക്കെ, മഞ്ജു ചേച്ചി, നന്നായിരുന്നു. നിങ്ങളുടെ പെർഫോമൻസും ഞങ്ങളുടെ പെർഫോമൻസും അതിഗംഭീരമായിരുന്നു. അതെ, നിങ്ങൾ ഞങ്ങൾക്ക് മാർക്കിടണം. പിന്നെ ഇടയ്ക്ക് ഒരു ഒറ്റ ഇത് മാത്രം, മറ്റേ ചന്ദ്രൻപിള്ള ആന്റണി പെരുമാറിന്റെ ബന്ധു എന്ന് പറയുന്നില്ലേ, അവിടെ ഒന്ന് വിനോദിന് എന്തെങ്കിലും ഒരു നമ്പർ ഇടായിരുന്നു തോന്നി. കാരണം ചന്ദ്രൻപിള്ളയും ആന്റണിയുമാണ്, ക്രിസ്ത്യനും ഹിന്ദുവാണ്. ആ പേരിന്റെ ഡിഫറൻസിലേ. എനിവേ, നന്നായിരുന്നു. അസല് പെർഫോമൻസ് ആയിരുന്നു. കീപ് ഇറ്റ് അപ്പ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വിനോദ്, ഇത് ഒരു റിയാലിറ്റി ഷോ ആണ്. അപ്പൊ ഇതുപോലുള്ള ചില ഷോകളൊക്കെ വേണം, എങ്കിലേ ഉള്ളൂ ഇതിലൊരു ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി ചെയ്തതാണ്. എന്തായാലും മിമിക്രിക്കാരെ അതായത് അവരുടെ കഴിവുകൾ, താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് പല രീതിയിലും നമ്മൾ പല പ്രതലത്തിലും കണ്ടിട്ടുണ്ട്, പല തലത്തിലും കണ്ടിട്ടുണ്ട്. സംവിധായകന്റെ അടുത്ത് അവസരം ചോദിച്ചു വരുന്നു, നിങ്ങൾ എന്തൊക്കെ ചെയ്യും, അങ്ങനെ. പക്ഷെ ഇത് ഒരു എന്താ പറയുന്ന ആളൊഴിഞ്ഞ ഒരു ഇരുട്ടത്ത് ഒരു പോലീസുകാരൻ പിടിച്ചിട്ട് അവരുടെ കഴിവുകൾ നിർബന്ധപൂർവ്വം കാണിക്കുക എന്ന് പറയുന്നതിനകത്ത് തന്നെ കൺസെപ്റ്റിൽ തന്നെ നല്ലൊരു ഹ്യൂമർ. ചേട്ടാ, ഇത് ഉണ്ടായ സംഭവമാണ്. ഒരിക്കലും പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോ ഞങ്ങൾ മിമിക്രിക്കാരാണെന്ന് അറിയാൻ വേണ്ടിട്ട് ശബ്ദം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, തുടങ്ങാൻ വേണ്ടി, അതായത് മിമിക്രി ചെയ്യാൻ ഇരുട്ടത്താണെങ്കിലും മിമിക്രിക്കാരന് ജുബ്ബ ഇടാതെ താരം വരത്തില്ല എന്ന് കാണിക്കുന്ന ആ ഒരു എലമെന്റ് വളരെ രസമായിരുന്നു. ജുബ്ബായിട്ട് പാൻകേക്കും, അപ്പൊ പാൻകേക്ക് എടുത്ത ഇതെന്താ പേസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. കൗണ്ടറുകളുടെ ഒരു ബഹളമായിരുന്നു. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് അഴകിയ രാവണിൽ ഇന്നസെന്റ് ആയിട്ട് ഒരു പോലീസുകാരനെ ചെയ്ത് കഴിഞ്ഞിട്ട് അതേ രീതിയിൽ തന്നെ ചിരിപ്പിച്ചൊരു പോലീസുകാരൻ. സ്കിറ്റിലാണെങ്കിലും ഭയങ്കര രസമായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട്. നമ്മളത് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ത്രൂ ഔട്ട് ഒരു സിനിമയിൽ വരേണ്ട ക്യാരക്ടറുകളാണ്. ഇങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ വിളിച്ചാൽ പോയി നല്ല ഗംഭീരമായിട്ട് അടിച്ച് പൊളിച്ച് ചെയ്തു കൊടുക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായിരുന്നു. നല്ല ഒരു എന്താ പറയുക, ഒരു തീ ഉണ്ടായിരുന്നു. ഇത് നല്ല രസം ഉണ്ടായിരുന്നു.